കായംകുളം കറ്റാനത്ത് ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടം എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെയോടെയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. ആദ്യ കെട്ടിടത്തിൽ തീ പടർന്നപ്പോൾ തന്നെ ഉള്ളിലുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായും പുറത്തേക്ക് മാറ്റാനായത് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ രാത്രി ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു തീപിടുത്തമാണ്. വളരെ സമയമെടുത്തതിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. സമീപത്തുള്ള മേഖലകളിലേക്കും തീ പടർന്നു പിടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം? കൃഷ്ണ ഉന്മേഷ്, ഇന്നലെ രാത്രി 8:30യോടുകൂടിയാണ് കറ്റാനം KP ജംഗ്ഷനിലുള്ള 4 നില കെട്ടിടത്തിൽ ആദ്യം തീ പടരുന്നത്. അത് നിയന്ത്രണ വിധേയമായിരുന്നില്ല. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം സമീപത്തെ സ്ഥാപനങ്ങളിലേക്കും ഈ 4 നില കെട്ടിടത്തിന് പിന്നിലുള്ള 2 വീടുകളിലേക്കും തീ പടർന്നു. ഇതോടുകൂടിയാണ് സാഹചര്യം ഗുരുതരമായി മാറിയത്. പിന്നീട് സമീപ ജില്ലകളിലടക്കം 25 ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ജോലികൾ ആരംഭിച്ചത്. ഈ യൂണിറ്റുകളിലെല്ലാം വെള്ളം പൂർണ്ണമായും തീർന്നിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് പുലർച്ചെ 2:30യോടുകൂടിയാണ് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കുവാനും അണയ്ക്കാനും കഴിഞ്ഞത്. എന്തായാലും ഈ 4 നില കെട്ടിടത്തിൽ ഫർണിച്ചർ കട, ഒപ്പം ഈ കുട്ടികളുടെ സ്കൂൾ ബാഗുകളടക്കം സ്കൂൾ കിറ്റുകൾ വിൽക്കുന്ന സ്ഥാപനം, അതിനു പുറമെ ഒരു ജിംനേഷ്യം 4-ാം നിലയിലും 3-ാം നിലയിലും പ്രവർത്തിച്ചിരുന്നു. ഇവിടെ എല്ലാം വലിയ ആളുകൾ പൂർണ്ണമായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കയറാൻ കഴിയുന്നത് വരെ വലിയ ആശങ്കയുണ്ടായിരുന്നു. ആരെങ്കിലും അകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും പുലർച്ചെ 2:30യോടുകൂടി മാത്രമാണ് ഫയർ യൂണിറ്റ് അംഗങ്ങൾക്ക് കെട്ടിടത്തിനകത്തേക്ക് കയറാൻ സാധിച്ചത്. ആളുകളില്ല എന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും കോടികളുടെ നാശനഷ്ടം ഈ കെട്ടിടങ്ങളിലും വീടുകളിലും ഉണ്ടായ തീപിടുത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് തീപിടുത്തം എന്ന കാരണത്തിൽ ഫയർഫോഴ്സ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നേരിട്ട് ഈ സ്ഥലത്ത് ഒരു പരിശോധനയും നടക്കും. തീർച്ചയായും ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.